എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ, ഇന്നേക്ക് കൃത്യം 1 നൂറ്റാണ്ട് കഴിയുമ്പോൾ, അതായത് 2125 ആണ്ടിൽ എന്തായിരിക്കും ഈ ലോകത്തിന്റെ അവസ്ഥ? ഒരു നിമിഷം കണ്ണടച്ച് ആലോചിച്ചു നോക്കൂ. അന്ന് നമ്മൾ ആരും ഈ ഭൂമിയിൽ ജീവനോടെ ഉണ്ടാകില്ല. ഇന്ന് നമ്മൾ എന്തിനൊക്കെയോ വേണ്ടി നെട്ടോട്ടമോടുന്നു. പണം സമ്പാദിക്കാനും പ്രശസ്തി നേടാനും ഉറക്കമിളച്ച് കഷ്ടപ്പെടുന്നു. എന്നാൽ ഒരു ദിവസം ഇതെല്ലാം ഇവിടെ ഉപേക്ഷിച്ച് നമ്മുടെ ഈ ശരീരം മണ്ണിലേക്ക് തിരികെ ചേരും. നമ്മൾ ആരായിരുന്നു എന്നോ, നമ്മുടെ പേരെന്തായിരുന്നുവെന്നോ, നമ്മൾ എന്ത് ജോലിയാണ് ചെയ്തിരുന്നതെന്നോ ആരും ഓർക്കാൻ പോകുന്നില്ല. നമ്മുടെ കയ്യിൽ കോടികൾ ഉണ്ടായിരുന്നോ, നമ്മൾ എത്ര വലിയ ആളായിരുന്നുവോ എന്നതൊന്നും ആർക്കും ഒരു വിഷയമായിരിക്കില്ല. ഈ ലോകത്ത് എന്തെങ്കിലും ആകാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ഒരു നല്ല മനുഷ്യനാവുക, ദയയും സ്നേഹവുമുള്ള ഒരു വ്യക്തിയാവുക. നിങ്ങളുടെ പേര് കേൾക്കുമ്പോൾ മറ്റൊരാളുടെ മുഖത്ത് പുഞ്ചിരിയാണ് വിടരേണ്ടത്, വെറുപ്പല്ല. നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ നിങ്ങൾ തന്നെ ചെയ്യുക. മറ്റുള്ളവർ പറയുന്നത് കേട്ട് നിങ്ങളുടെ വഴിയിൽ നിന്ന് വ്യതിചലിക്കരുത്. നിങ്ങളുടെ ഉള്ളിലെ ശബ്ദം കേൾക്കുക, നിങ്ങളുടെ ഹൃദയം പറയുന്നത് കേൾക്കുക. കാരണം നിങ്ങളുടെ ഹൃദയത്തിനു മാത്രമേ നിങ്ങൾക്ക് ശരിയായ ദിശ കാണിച്ചു തരാൻ കഴിയൂ. സ്വയം ശ്രദ്ധിക്കുക. നിങ്ങളുടെ ജീവിതം സത്യസന്ധമായും സന്തോഷത്തോടെയും ജീവിക്കുക. മറ്റുള്ളവരെക്കുറിച്ച് ആശങ്കപ്പെടേണ്ട ആവശ്യമില്ല. അവർക്ക് ശരിയെന്ന് തോന്നുന്നത് അവർ ചെയ്യട്ടെ. അവരുടെ ജീവിതം അവരുടേതാണ്, നിങ്ങളുടെ ജീവിതം നിങ്ങളുടേതും. നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷം കണ്ടെത്തുക. ആർക്കാണറിയാവുന്നത് നാളെ എന്നൊരു ദിവസം ഉണ്ടാകുമോ ഇല്ലയോ എന്ന്? ഈ ജീവിതം വളരെ ചെറുതാണ്, അത് ആസ്വദിച്ച് ജീവിക്കുക. സുഹൃത്തുക്കളെ, ഭഗവാൻ ശ്രീകൃഷ്ണൻ ഓർമ്മിപ്പിക്കുന്നു, മനുഷ്യൻ ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റ് അവൻ സമ്പത്തിന് മാത്രം പ്രാധാന്യം നൽകുന്നു എന്നതാണ്. പണമുണ്ടെങ്കിൽ എല്ലാമായി എന്നവൻ വിശ്വസിക്കുന്നു. പക്ഷെ അതൊരു മിഥ്യാധാരണയാണ്. പണത്തിന് പിന്നാലെ പായുന്നതിനു പകരം മറ്റുള്ളവരുടെ അനുഗ്രഹങ്ങൾ നേടാൻ ശ്രമിക്കുക. നിങ്ങൾ പണം മാത്രം നേടുമ്പോൾ നിങ്ങൾക്കൊരു വലിയ വീടോ നല്ലുടെ കാറോ വില കൂടിയ വസ്ത്രങ്ങളോ ലഭിച്ചേക്കാം. എന്നാൽ നിങ്ങൾ ഒരാളുടെ വേദനയിൽ ആശ്വാസമാകുമ്പോൾ, ഒരാളെ സഹായിക്കുമ്പോൾ നിങ്ങൾക്ക് അനുഗ്രഹങ്ങൾ ലഭിക്കുന്നു. ആ അനുഗ്രഹങ്ങളോടൊപ്പം പണവും അതിലുപരി വിലമതിക്കാനാവാത്ത പലതും നിങ്ങളെ തേടിയെത്തും. നിങ്ങൾക്ക് യഥാർത്ഥ സന്തോഷം ലഭിക്കും, മനസ്സിന് സമാധാനം ലഭിക്കും, നല്ല ആരോഗ്യം ലഭിക്കും, മറ്റുള്ളവരുടെ നിഷ്കളങ്കമായ സ്നേഹവും ലഭിക്കും. ഇതാണ് ജീവിതത്തിലെ പരമമായ സത്യം. പക്ഷേ പലരും ഇത് കണ്ടില്ലെന്ന് നടിക്കുന്നു. ആളുകൾ എപ്പോഴും നല്ല കാലത്തിനായി കാത്തിരിക്കുന്നു. ഒരുപാട് പണം കയ്യിൽ വരുമ്പോൾ, അല്ലെങ്കിൽ മക്കളൊക്കെ വലുതായി സ്വന്തം കാലിൽ നിൽക്കുമ്പോൾ സന്തോഷമായി ജീവിക്കാമെന്ന് അവർ കരുതുന്നു. എന്നാൽ അവർ ഒരു കാര്യം മറന്നുപോകുന്നു. അവരുടെ കയ്യിലുള്ള ഈ നിമിഷം, അവർ ഇപ്പോൾ ജീവിക്കുന്ന ഈ സമയം തന്നെയാണ് ഏറ്റവും നല്ല സമയം. ഭാവിയിൽ വരാനിരിക്കുന്ന ഏതോ ഒരു നല്ല ദിവസത്തിനു വേണ്ടി നിങ്ങൾ കാത്തിരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതം മുഴുവൻ കാത്തിരിപ്പായി മാറും. ആ നല്ല ദിവസം ഒരിക്കലും വരികയുമില്ല. നിങ്ങൾ എപ്പോഴും ആകുലപ്പെട്ടുകൊണ്ടിരിക്കും. ഒരു ദിവസം പെട്ടെന്ന് മരണം വന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകും. നിങ്ങൾ അതറിയുക പോലുമില്ല. അതുകൊണ്ട് നിങ്ങളുടെ ഈ നിമിഷത്തെ, ഇന്നത്തെ ദിവസത്തെ ഏറ്റവും മികച്ചതാക്കുക. കാരണം ഇത് മാത്രമാണ് നിങ്ങളുടെ കയ്യിലുള്ളത്. കഴിഞ്ഞുപോയ കാലം തിരികെ വരില്ല. വരാനിരിക്കുന്ന കാലത്തെക്കുറിച്ച് യാതൊരു ഉറപ്പുമില്ല. ഭഗവാൻ ശ്രീകൃഷ്ണൻ ഭഗവത്ഗീതയിലൂടെ അർജുനനോട് മാത്രമല്ല നമ്മളോടും പറയുന്ന ഒരു കാര്യമുണ്ട്. ഭയപ്പെടേണ്ട, ഞാൻ എപ്പോഴും നിന്റെ കൂടെയുണ്ട്. നിന്റെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഇരുട്ട് നിറയുമ്പോൾ, ഒരു വഴിയും കാണാതെ നീ തനിച്ചാണെന്ന് തോന്നുമ്പോൾ, ലോകം മുഴുവൻ നിന്നെ ഒറ്റപ്പെടുത്തിയെന്ന് തോന്നുമ്പോൾ, അപ്പോഴും നീ പേടിക്കരുത്. കാരണം ഞാൻ നിന്റെ കൂടെയുണ്ട്. നിന്റെ ഓരോ പരീക്ഷണങ്ങളിലും, ഓരോ പോരാട്ടങ്ങളിലും, ഓരോ തോൽവിയിലും, ഓരോ വിജയത്തിലും ഒരു തേരാളിയെപ്പോലെ ഞാൻ നിനക്ക് മുന്നിലുണ്ടാകും. ജീവിതത്തിലെ പോരാട്ടത്തിൽ നീ തളർന്നു വീഴാൻ തുടങ്ങുമ്പോൾ, നിന്റെ ആത്മവിശ്വാസം നഷ്ടപ്പെടുന്നുവെന്ന് തോന്നുമ്പോൾ, അപ്പോഴും നീ ഭയപ്പെടരുത്. നിന്നെ താങ്ങി നിർത്താൻ എന്റെ കൈകൾ എപ്പോഴുമുണ്ടാകും. ഈ കഷ്ടപ്പാടിൽ ആര് തുണയാകുമെന്ന് നീ ചിന്തിക്കുമ്പോൾ, നിന്റെ ചോദ്യങ്ങൾക്ക് ആര് ഉത്തരം നൽകുമെന്ന് നീ സംശയിക്കുമ്പോൾ, നിനക്ക് ധൈര്യം തരുന്ന ശക്തിയെ നീ പുറത്തന്വേഷിക്കുമ്പോൾ, ഞാൻ നിന്നോട് പറയുന്നു, ആ ശക്തി മറ്റെവിടെയുമല്ല, അത് നിന്റെ ഉള്ളിൽ തന്നെയാണ്. ഞാൻ തന്നെയാണ് നിന്റെ എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരം. നിന്റെ മനസ്സിലെ കെടാവിളക്കാണ് ഞാൻ. നിന്റെ ഓരോ ശ്വാസത്തിലും ജീവിക്കുന്ന ശക്തിയാണ് ഞാൻ.
നിന്റെ ധൈര്യമാണ് നിന്റെ ഏറ്റവും വലിയ ആയുധം. ഈശ്വരനിലുള്ള നിന്റെ വിശ്വാസമാണ് നിന്നെ സംരക്ഷിക്കുന്ന പടച്ചട്ട. നിന്റെ ആത്മാവിലെ നന്മയാണ് നിന്നെ ആർക്കും തോൽപ്പിക്കാൻ കഴിയാത്തവനാക്കുന്നത്. ശ്രീകൃഷ്ണൻ പറയുന്നു, നിന്റെ മനസ്സിൽ നിന്ന് ഭയത്തെ ഇല്ലാതാക്കുക, നിന്റെ തീരുമാനങ്ങളിൽ ഉറച്ചു നിൽക്കുക, നിന്റെ ജോലിയെ നിന്റെ പ്രാർത്ഥനയാക്കുക. കാരണം ഞാൻ നിന്റെ കൂടെയുള്ളപ്പോൾ ഭയത്തിന് ഒരു സ്ഥാനവുമില്ല. ഒരു മനുഷ്യൻ അവന്റെ വിശ്വാസങ്ങളാൽ രൂപപ്പെട്ടവനാണ്. അവൻ എന്താണോ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുന്നത്, കാലക്രമേണ അവനതായിത്തീരുന്നു. ഈ ലോകം ഒരു പക്ഷെ പുറമേയുള്ള രൂപത്തെ നോക്കി വിലയിരുത്തിയേക്കാം. ആളുകൾ നിന്റെ വസ്ത്രവും സമ്പത്തും നോക്കിയേക്കാം. എന്നാൽ നിന്റെ ആത്മാവിലെ സത്യത്തെ ആർക്കും മറച്ചുവെക്കാൻ കഴിയില്ല.